ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം കേരളൈറ്റ്. ഞങ്ങൾ ദോഹയിൽ നിന്ന് ജോർജിയയ്ക്ക് പോയ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. കഴിഞ്ഞ വീഡിയോകളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണണം, എൻജോയ് ചെയ്യണം. ഇത് ഖത്തറിൽ നിന്ന് ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ദോഹയിൽ നിന്നും അടുത്ത സ്ഥലങ്ങളായ ഇറാൻ, തെഹ്റാനൊക്കെ വഴി ഇറാനിലെ തെഹ്റാനും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മളിവിടെ നല്ല തണുപ്പുള്ള സമയത്താണ് പോയത്. അവിടെയും ഇറാൻ്റെ ഭാഗങ്ങളൊക്കെ മഞ്ഞുകൂടി കിടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. നല്ല എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളൊക്കെ ഫ്ലൈറ്റിൽ കാണാം. അങ്ങനെ ആ നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ജോർജിയയിലേക്ക് പോവുകയാണ്. വലിയ ദൂരമില്ല. മഞ്ഞ് വീണ് കിടക്കുമ്പോഴുള്ള കാഴ്ചകൾ നോക്കി അങ്ങ് ദൂരെ എന്തൊക്കെയോ ആകൃതിയിലൊക്കെ കിടക്കുന്നുണ്ടോ, അതൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. ഇങ്ങനെ ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുള്ളായിരുന്നു. അവിടെയും നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു. അങ്ങനെ ആ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ജോർജിയയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയുണ്ടല്ലേ അങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. ആ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ജോർജിയയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് കുറേ ദൂരം യാത്ര എയർപോർട്ടിൽ നിന്ന് ചെയ്യാനുള്ള താമസ സ്ഥലത്തേക്ക്. ഇതൊരു ചർച്ചാണ്. അവിടെ കണ്ടാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലുണ്ടെങ്കിൽ ആദ്യം എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴി നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് അങ്ങ് പോകുമ്പോൾ ടൗൺ ഏരിയസൊക്കെ കാണും. പിന്നെ ഗ്രാമപ്രദേശങ്ങൾ പോലെയാണ്. പിന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് ആയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഇലകളും ഒക്കെ കുറവായിരിക്കും. എങ്കിലും അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് അവിടെ. ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ അതിലും മനോഹരമായിരിക്കും അവിടുത്തെ കാഴ്ചകൾ. പിന്നെ തണുപ്പായതുകൊണ്ടും മഞ്ഞുള്ള ഏരിയയിലൊക്കെ പോയപ്പോൾ വളരെ രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇനിയും ചെന്ന ഉടനെ കഴിച്ച ഫുഡിൻ്റെ കാഴ്ചകളൊക്കെയാണ് ആ കൂടെ കണ്ടത്. ഞങ്ങൾ ശരിക്കും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണ്. നോവാക്കിൻ്റെ 2nd ബർത്ത്ഡേ ആയിരുന്നു. അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ ജോർജിയയിൽ പോയത്. ഞങ്ങൾ കേക്ക് ചെറുതായിട്ട് അവിടുന്ന് കേക്കൊക്കെ കണ്ടുപിടിച്ചു. ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും ദോഹയിലെയും നാട്ടിലെയൊക്കെ പോലെയൊന്നും കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടെ നിന്നൊരു ഷോപ്പ് പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ടുകിട്ടി. അങ്ങനെ അവിടെ നിന്നൊരു കേക്ക് അറേഞ്ച് ചെയ്തതാണ്. ബാക്കി എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും ഞങ്ങൾ ദോഹയിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ബർത്ത്ഡേയുടെ ആഘോഷം രാത്രി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫെബ്രുവരി 28-നായിരുന്നു ബർത്ത്ഡേ. ഞങ്ങൾ 27-ന് അവിടെ ചെന്നു. അങ്ങനെ 27-ാം തീയതി രാത്രിയിൽ തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സ്റ്റാർട്ട് ചെയ്തു. 28-നായിരുന്നു ബർത്ത്ഡേ. ഇങ്ങനെ കേക്കൊക്കെ കണ്ടുപിടിച്ച് ഒരു ഷോപ്പിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്തു. നോവാക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഞങ്ങൾ 3 പേരും കൂടി മുറിച്ച് സന്തോഷമായിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേന്ന് പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നോവാക്കിൻ്റെ 2nd ബർത്ത്ഡേ നല്ലൊരു അനുഭവമായിരുന്നു. അവന് ഓർക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്കതൊരു ഓർമ്മയായിട്ട്. പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ അവന് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവന് വളരെ സന്തോഷമാണ്. അങ്ങനെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ജോർജിയൻ യാത്ര. അവിടെ നമുക്ക് എല്ലാവരും പറയുന്നത് പാവങ്ങളുടെ യൂറോപ്പ് എന്നൊക്കെ പറയാം. ഒത്തിരി ഭിക്ഷാടനം നടത്തുന്നവരെയൊക്കെ നമുക്ക് അവിടെ ഒത്തിരി ചർച്ചുകളുണ്ട്, പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ. അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോഴൊക്കെ നമുക്കൊത്തിരി ഭിക്ഷാടകരെയൊക്കെ കാണാം. അതൊരു സാധാരണക്കാർ താമസിക്കുന്ന ഒരു രാജ്യമാണ്. എങ്കിലും രൂപയ്ക്കൊക്കെ നല്ല മൂല്യമുള്ളൊരു രാജ്യമാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് നല്ല അതിമനോഹരമായ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഗൈഡ് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ഓൾറെഡി ദോഹയിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്, ഞങ്ങളുടെ ടൂർ ഗൈഡിനെയൊക്കെ. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ വേറെ നേരത്തെ വന്നൊരു ശ്രീലങ്കൻ ഫാമിലി ഉണ്ടായിരുന്നു. മുമ്പേ കണ്ട പോലെ അവിടെ ഒരു ചർച്ചിൽ കയറി
അത് കഴിഞ്ഞൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. നമുക്കവിടെ ആണെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടാൻ, പൈസ കൊടുത്തിട്ട് ഊഞ്ഞാലാടാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഭയങ്കര രസമാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നല്ല ശരിക്കും നമുക്ക് പേടി തോന്നി ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന ആടും കൂളായിട്ട് ആടുന്നുണ്ടെങ്കിലും. പക്ഷേ അവിടെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണത്. അവിടെ ഒത്തിരി കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലുണ്ട്. നമ്മളങ്ങനെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചെടുത്ത ഭാഗങ്ങളൊക്കെയാണ്. അത് വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് എടുത്തതല്ല. അവിടെയൊക്കെ നല്ല കാഴ്ചകളാണ്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ മുന്തിരി കൃഷിയാണ് കൂടുതലുള്ളത്. അതൊക്കെ ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച അവിടെ കണ്ടു. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ പ്ലേസിൽ നവാക്കിനെയും കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടി അവനെ എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്തേക്ക് മനോഹര കാഴ്ച കാണാൻ യാത്ര തുടരുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. അങ്ങനെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്കൊരു ചായ കുടിച്ച് ഞങ്ങളങ്ങനെ ആ ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കുള്ള യാത്ര തുടരുകയാണ്. ആ കാഴ്ചകളും ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. നല്ലൊരു വഴിയോര കാഴ്ചകളൊക്കെ ആയിരുന്നു അത്. മഞ്ഞ് മൂടി കിടക്കുന്ന നല്ല ഒരു റോഡിലൂടെ ആ കാഴ്ചകൾ, അതിനിടയിലൂടെ നദികളൊക്കെ കുഞ്ഞത് ഒഴുകുന്നുണ്ട്. അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്താൻ പോകുന്നു. അപ്പോൾ തുടർന്നുള്ള ബ്യൂട്ടിഫുൾ പ്ലേസിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് ഉടനെ കാണാം അടുത്തതായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.